സിനിമാ മേഖലയെ പിടിച്ചുകുലുക്കിയ നടി ആക്രമിച്ച കേസിൽ പ്രതി ദിലീപിനെതിരായ വിധി നീക്കം സംബന്ധിച്ച വിചാരണ കോടതിയുടെ കൂടുതൽ വിലയിരുത്തലുകൾ പുറത്തു വന്നിരിക്കുന്നു. നടി നൽകിയ ചില പ്രധാന മൊഴികൾ കോടതിക്ക് വിശ്വാസയോഗ്യമല്ലെന്നാണ് വിചാരണ കോടതിയുടെ രേഖകളിൽ നിന്നും വ്യക്തമാകുന്നത്. അതേസമയം ഈ വിധി നീക്കത്തിനെതിരെ സർക്കാർ അതിവേഗം അപ്പീൽ നടപടികൾ തുടങ്ങാൻ തീരുമാനിച്ചിട്ടുണ്ട്. ദിലീപ് തന്നെ ഭീഷണിപ്പെടുത്തിയെന്ന നടിയുടെ മൊഴിയാണ് കോടതിയുടെ പ്രധാന സംശയത്തിന് വഴിവെച്ചത്. മൊഴിപ്രകാരം കാവ്യമാധവനുമായി ദിലീപിന് ബന്ധമുണ്ടെന്ന് അറിഞ്ഞ അന്നത്തെ ഭാര്യ മഞ്ജു വാര്യരോട് ഈ വിവരം തെറ്റാണെന്ന് തിരുത്തി പറയാൻ ദിലീപ് നടിയോട് ആവശ്യപ്പെട്ടു എന്നാണ്. എന്നാൽ ഈ ഭീഷണിപ്പെടുത്തൽ സംബന്ധിച്ച് നടിയുടെ മൊഴിയെ പിന്തുണയ്ക്കുന്ന സാക്ഷികളില്ല എന്ന് കോടതി നിരീക്ഷിച്ചു. മാത്രമല്ല, ഈ സംഭവം നടി മറ്റാരോടും പറഞ്ഞതായി തെളിവുകളില്ലെന്നും കോടതി വിധി നീക്കത്തിൽ എടുത്തു പറയുന്നു. 2012 കൊച്ചിയിൽ യൂറോപ്യൻ യാത്രക്കായി നടന്ന ഒരു റിഹേഴ്സൽ സമയത്താണ് ഈ സംഭവം നടന്നതെന്നാണ് നടിയുടെ മൊഴി. ഈ സമയത്ത് ദിലീപ് തന്നോട് നേരിട്ട് സംസാരിച്ചിട്ടില്ലെന്നും സ്റ്റേജ് ഷോക്കിടെ മാത്രമാണ് സംസാരം ഉണ്ടായിട്ടുള്ളൂ എന്നും നടി മൊഴിയിൽ പറയുന്നു. ദിലീപ് തറയിലിരുന്ന നടിയുടെ അടുത്ത് വന്ന് മഞ്ജു വാര്യരോട് കാവ്യയുമായുള്ള ബന്ധം തിരുത്തി പറയണമെന്ന് ആവശ്യപ്പെട്ടു എന്നാണ് മൊഴിയെങ്കിലും ആ സമയത്ത് മഞ്ജു തെളിവുകളുമായി വന്നതായും നടി പറയുന്നു. ഈ മൊഴിയെ മുൻനിർത്തി കോടതി ചില സുപ്രധാന ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട്. റിഹേഴ്സൽ നടക്കുന്നതിനിടെ രണ്ടുപേർ മാത്രമായി നടത്തിയ ഈ സംഭാഷണം സാക്ഷ്യമായിരിക്കുമോ? എന്തുകൊണ്ട് മറ്റാളുകൾക്ക് ഇത് കേൾക്കാൻ കഴിഞ്ഞില്ല? എന്തുകൊണ്ടാണ് നടി ഈ ഭീഷണി സംഭവം അന്നോ പിന്നീടോ അടുത്ത സുഹൃത്തുക്കളോടോ ബന്ധപ്പെട്ടവരോടോ പങ്കുവെക്കാതിരുന്നത്? തുടങ്ങിയ കാര്യങ്ങളാണ് കോടതിയുടെ സംശയങ്ങൾക്ക് ആധാരം. വിചാരണ കോടതിയുടെ വിലയിരുത്തലുകൾ പുറത്തുവരുന്ന സാഹചര്യത്തിൽ കേസിൽ അതിവേഗം അപ്പീൽ നടപടികൾ തുടങ്ങാൻ സർക്കാർ തീരുമാനിച്ചു. ഇന്ന് തന്നെ നടപടികൾ ആരംഭിക്കുമെന്ന് ബന്ധപ്പെട്ട വൃത്തങ്ങൾ അറിയിച്ചിട്ടുണ്ട്. സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ അപ്പീൽ നൽകാൻ ശുപാർശ ചെയ്തുകൊണ്ടാണ് സർക്കാരിന് കത്ത് നൽകിയതിനെ തുടർന്നാണ് ഈ അതിവേഗ നീക്കം. നീതി ഉറപ്പാക്കാനുള്ള സർക്കാരിന്റെ ശക്തമായ നിലപാടാണ് ഇതിലൂടെ വ്യക്തമാകുന്നത്. അതേസമയം കോടതിയിൽ നടിയെ പിന്തുണച്ചുകൊണ്ട് കൂടുതൽ നടിമാർ പരസ്യമായി രംഗത്തെത്തിയിട്ടുണ്ട്. വിധി നീക്കത്തിനെതിരെ സിനിമ, രാഷ്ട്രീയ രംഗത്തും ചർച്ചകൾ വീണ്ടും ശ്രദ്ധ പിടിച്ചെടുത്തിരിക്കുകയാണ്. നീതിയുടെ അന്തിമ വിജയം കാണാനായി കേരള സമൂഹം ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്.